ഒറ്റക്കെട്ടായി രാജ്യം. നിയന്ത്രണ രേഖയിലും വ്യോമമാർഗവും പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നതിനിടെ രാജ്യം അതീവ ജാഗ്രതയിൽ തുടരുകയാണ്. ഡൽഹിയിൽ നിർണായക യോഗങ്ങൾ ചേരുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ BSF CISF DGമാരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സേനാ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെയും ഇന്ന് പുലർച്ചെയുമായുള്ള പാകിസ്ഥാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണ നീക്കം ഒന്നുപോലും ലക്ഷ്യം കണ്ടില്ല. നിയന്ത്രണ രേഖയിലെ പാക് ഷെല്ലാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. സാംബയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തിയ 7 ഭീകരരെ സൈന്യം വധിച്ചു. സംഘർഷ സാഹചര്യത്തിൽ IPL മത്സരങ്ങൾ മാറ്റിവെച്ചു. TG സജിത്ത് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജിത്ത്, നിർണായകമായ യോഗങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മണിപ്പൂർ സൈന്യത്തെ കാശ്മീരിലേക്ക് അയക്കുന്നതായുള്ള വിവരവുമുണ്ട്. ആ വിശദാംശങ്ങൾ ER രാഗേഷാണ് നൽകുക. രാഗേഷിലേക്ക് പോകുന്നതിന് മുമ്പ് സജിത്ത്, ഇപ്പോൾ നടന്നിട്ടുള്ള നിർണായകമായ വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ ഏതൊക്കെ? വളരെ തന്ത്രപ്രധാനമായ ആലോചനകളും നീക്കങ്ങളുമാണ് ഉണ്ടാവുന്നത്. ഇന്നലെ രാത്രിയിലാണ് വലിയ തരത്തിലുള്ള പ്രകോപനം പാകിസ്ഥാനിൽ നിന്നും ഉണ്ടായത്. അതിർത്തി മേഖലയിലെ ഏറെക്കുറെ എല്ലാ മേഖലകളിലേക്കും വലിയ തരത്തിലുള്ള ഷെല്ലാക്രമണമാണ് ഉണ്ടായത്, മിസൈൽ അറ്റാക്കാണ് ഉണ്ടായത്. ഇതിനെയെല്ലാം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ചെറുത്തു തോൽപ്പിച്ചു. ഇന്ന് വെളുപ്പിനെയും അത്തരം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജമ്മു കാശ്മീരിൻ്റെ പല മേഖലകളിലാണ്, ജമ്മുവിൻ്റെ പല മേഖലകളിലുമാണ് അത്തരം ശ്രമങ്ങൾ ഉണ്ടായത്. പക്ഷേ എല്ലാ നീക്കങ്ങളെയും സൈന്യം ചെറുത്തു തോൽപ്പിച്ചു. ഈ പാകിസ്ഥാൻ്റെ ഈ പ്രകോപനം പിന്നീട് സൈന്യം വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും നമ്മുടെ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ അതിശക്തമായി തന്നെ പ്രതിരോധിക്കുകയും ജനങ്ങൾക്ക് അവിടെ സംരക്ഷണം ഒരുക്കുകയുമാണ് ഉണ്ടായത്. നിർണായകമായ കൂടിക്കാഴ്ചകൾ ഡൽഹിയിൽ തുടരുന്നു. അവിടെ അമിത്ഷാ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നു. ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സേനാ മേധാവിയുമായും 3 സൈന്യ തലവന്മാരുമായുള്ള ആലോചനകൾ നടത്തുകയും ചെയ്യുകയാണ്. ഈ തരത്തിലേക്ക് നിർണായകമായ കൂടിയാലോചനകൾ നടക്കുന്നു. സൈന്യം വൈകിട്ട് വീണ്ടും മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് നടന്ന സംഭവങ്ങളിലടക്കം വ്യക്തത വരുത്തുമെന്ന് കരുതാം. ഒപ്പം ഇന്നലെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണം സംബന്ധിച്ച സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളിൽ ഒരു വ്യക്തത സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും. പാകിസ്ഥാനിലേക്ക് കടന്നു കയറി ഇന്ത്യ ആക്രമണം നടത്തി എന്ന കാര്യം പാകിസ്ഥാൻ ഔദ്യോഗികമായി നിഷേധിക്കുകയാണ്. പ്രത്യേകിച്ച് കറാച്ചി തുറമുഖവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങളിൽ രാവിലെ കറാച്ചി തുറമുഖത്തിന് നേരെ ഇന്ത്യ ആക്രമണം നടത്തി എന്ന വാർത്ത പാകിസ്ഥാൻ നിഷേധിച്ചു. തൊട്ടു പിന്നാലെ തന്നെ ഒരു മണിക്കൂറുകൾക്ക് പുറം തന്നെ വീണ്ടും കറാച്ചി തുറമുഖത്തിന് വ്യാപകമായ നാശനഷ്ടമുണ്ടായി എന്ന് കറാച്ചി പോർട്ട് ട്രസ്റ്റിന്റെ ഔദ്യോഗിക ട്വിറ്റർ X അക്കൗണ്ടിൽ അവർ പോസ്റ്റ് ചെയ്തു. വലിയ നാശനഷ്ടമുണ്ടായി, ഞങ്ങളിത് തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നതാണ് അവർ വ്യക്തമാക്കിയ കാര്യം. പക്ഷേ ഈ വാദവും തെറ്റ് എന്നതാണ് പാകിസ്ഥാൻ ഇപ്പോൾ വിശദീകരിക്കുന്നത്. തങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ട് X അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നതാണ് അവർ ഉന്നയിക്കുന്ന വാദം. അതുകൊണ്ട് തന്നെ ഇക്കാര്യം പാകിസ്ഥാൻ പിന്നീട് നിഷേധിക്കുകയാണ് സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ ഇടങ്ങളിലേക്ക് ഇന്ത്യ ആക്രമണം നടത്തിയോ എന്ന കാര്യത്തിൽ സൈന്യം വ്യക്തത വരുത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. പാകിസ്ഥാന്റെ ആകാശത്ത് വെച്ച് തന്നെ അവരെ വെടിവെച്ചു തീർക്കുന്നു എന്നതായിരുന്നു സാഹചര്യം. അതിശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ. അതിൻ്റെ ഇടയിലാണ് ഇന്ത്യ പാകിസ്ഥാന്റെ തന്ത്രപ്രധാന മേഖലകളിലേക്ക് വലിയ തരത്തിലുള്ള സൈനിക നീക്കം നടത്തിയത്. പ്രത്യേകിച്ച് ഡ്രോണുകളും മിസൈലും ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കം നടത്തി എന്നതാണ് റിപ്പോർട്ടുകൾ. ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വൈകിട്ട് സൈന്യം തന്നെ നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും തന്ത്രപ്രധാനമായ യോഗങ്ങൾ ഡൽഹിയിൽ തുടരുകയാണ്. ഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗം വിളിച്ചിരിക്കുന്നു. സുരക്ഷാ കാര്യങ്ങളുടെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നു. ഓരോ സംസ്ഥാനങ്ങളും അതിർത്തി സംസ്ഥാനങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർ അടക്കമുള്ളവർ അവിടുത്തെ സുരക്ഷാ സാഹചര്യങ്ങളും പരിശോധിക്കുന്നു. വളരെ നിർണായകമായ യോഗങ്ങൾ ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ സാന്നിധ്യത്തിൽ ആണ് അർദ്ധസൈനിക വിഭാഗങ്ങളുടെ മേധാവികളുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. അതോടൊപ്പം നേരത്തെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ആയിരുന്നു സൈനിക മേധാവികളുമായുള്ള കൂടിക്കാഴ്ച നടന്നത്. യോഗത്തിൽ സംയുക്ത സൈനിക മേധാവി അടക്കം പങ്കെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം, പിന്നീട് പ്രധാനമന്ത്രി അടക്കം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം മറ്റൊരു വിവരമുള്ളത്, മണിപ്പൂരിൽ വിന്യസിച്ചിരുന്ന സൈന്യത്തെ കശ്മീരിലേക്ക് നീക്കുന്നു എന്നുള്ളതാണ്. ER രാഗേഷാണ് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. രാഗേഷ്, കുക്കി മെയ്തൈ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു മണിപ്പൂരിൽ സൈന്യത്തെ അധികമായി വിന്യസിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴിതാ ഒരു അടിയന്തര സാഹചര്യത്തിലേക്ക് രാജ്യം പോകുന്നു. പ്രത്യേകിച്ച് കശ്മീർ മേഖലയിലേക്ക് അടക്കം കൂടുതൽ സൈന്യത്തിന്റെ ആവശ്യകതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിവരങ്ങൾ? बाकी जो आप मोटे मोटे पॉइंट था, बाकी जो है ना वो हाल में देखो, वो हाल में
വളരെ നിർണായകമായ യോഗങ്ങളാണ് ഒരു ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നിർണായകമാകുന്ന സൈനിക നീക്കങ്ങൾക്കും ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ പാകിസ്ഥാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലടക്കം വലിയ തോതിലുള്ള ആക്രമണം ഇന്ത്യ നടത്തിയിരുന്നതാണ്. ഇപ്പോഴിതാ മണിപ്പൂരിൽ നിന്നുള്ള സേനാ വിഭാഗങ്ങളെ മാറ്റുന്നു, അത് കശ്മീരിലേക്ക് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നമുക്കറിയാം, മണിപ്പൂരിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂക്കി മെയ്തേയ് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു അവിടെ സൈന്യത്തെ അധികമായി വിന്യസിച്ചിരുന്നത്. രാകേഷ്, ആ സൈന്യത്തെ അടക്കം ഇപ്പോൾ പിൻവലിച്ച് കശ്മീരിലേക്ക് നീക്കം എന്ന സൂചനകളാണല്ലോ പുറത്തു വരുന്നത്. അതായത് കൂടുതൽ സൈനിക ശേഷി ആവശ്യമാകുന്നു പ്രതിരോധിക്കാൻ എന്നാണോ ബോധ്യപ്പെടുന്നത്? അഭിലാഷ്, ഇപ്പോൾ ആഭ്യന്തരമന്ത്രി CSF മേധാവിമാരുമായും BSF മേധാവിയുമായും കൂടിക്കാഴ്ച നടത്തുകയാണ്. സാധാരണഗതിയിൽ BSF ആണ് അന്താരാഷ്ട്ര അതിർത്തി കാക്കുന്നത്. അന്താരാഷ്ട്ര അതിർത്തി ഒപ്പം CSFന് നിലവിലുള്ള സുരക്ഷാ ചുമതല എന്ന് പറയുന്നത് വിമാനത്താവളങ്ങളുടെ സുരക്ഷാ ചുമതലയാണ്. ജമ്മുവിലെ അടക്കം ചില ജയിലുകളുടെ ചുമതലയും CSFനുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ പ്രത്യേകിച്ച് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുന്നു. പ്രത്യേകിച്ച് സൈനിക താവളങ്ങൾ, വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയവയാണ് ലക്ഷ്യം വെക്കുന്നത്. ജമ്മുവിലടക്കം ഇന്നലെ രാത്രി അത്തരമൊരു നീക്കമാണ് കണ്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് BSF മേധാവിമാർ ഒപ്പം തന്നെ CISF മേധാവിമാർ എന്നിവരുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നത്. ഏതായാലും മണിപ്പൂരിൽ നിന്നടക്കം കൂടുതൽ സൈന്യത്തെ ഇങ്ങോട്ട്, അതായത് പടിഞ്ഞാറൻ അതിർത്തിയിലേക്ക് മാറ്റുന്നതിനുള്ള ആലോചനകളും ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അത്തരം നീക്കങ്ങളും ഉടനടി ഉണ്ടാകും. ഏതായാലും അക്കാര്യങ്ങളും കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ രാജ്നാഥ് സിംഗും നിർണായകമായ ചില കൂടിക്കാഴ്ചകൾ നടത്തി. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് 3 സേനാ മേധാവിമാരെ കണ്ടു. അത് കഴിഞ്ഞ് DRDO മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇനി സംയുക്ത സേനാ മേധാവിയുമായും കൂടിക്കാഴ്ച നടത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ നിർണായക ചർച്ചകൾ ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുകയാണ്. ഏതായാലും പടിഞ്ഞാറൻ അതിർത്തിയാണ് പ്രധാനമായും പാകിസ്ഥാൻ ലക്ഷ്യം വയ്ക്കുന്നത്. ഗുജറാത്ത് ഒപ്പം തന്നെ പഞ്ചാബ്, രാജസ്ഥാൻ അതിർത്തികളിലാണ് ഇന്നലെ ഇത്തരത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ചും മിസൈലുകൾ ഉപയോഗിച്ചും ഒക്കെ തന്നെ ആക്രമണത്തിന് ശ്രമം നടന്നത്. ആ നീക്കങ്ങളൊക്കെ തന്നെ പ്രതിരോധിച്ചിരിക്കുന്നു സേനാ വിഭാഗങ്ങൾ. പക്ഷേ അവിടെ കൂടുതൽ സേനയെ വിന്യസിക്കേണ്ടതുണ്ട്. അത്തരം ആലോചനകളാണ്, ചർച്ചകളാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, അതോടൊപ്പം തന്നെയാണല്ലോ രാകേഷ്, വലിയ തോതിലുള്ള നുഴഞ്ഞുകയറ്റ നീക്കങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. രാകേഷ് സൂചിപ്പിക്കുന്ന പോലെ ഈ അതിർത്തി സംരക്ഷിക്കുന്ന സേനാ വിഭാഗങ്ങൾ അവർ അവിടെ ജാഗ്രത പുലർത്തുന്നു. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഷെല്ലാക്രമണങ്ങളെ തടയുന്നു. അവിടെ വെടിയുതിർക്കുന്നുണ്ട് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ. അതെല്ലാം തുടരുന്നതിനിടയിലാണല്ലോ കൂടുതൽ ഭീകരരെ ഇന്ത്യയിലേക്ക് ഇതിന്റെ മറവിൽ കയറ്റിവിടുന്നതിനുള്ള, നുഴഞ്ഞുകയറ്റത്തിനുള്ള അവസരമൊരുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൂടി തടയുകയാണല്ലോ നമ്മുടെ സേനാ വിഭാഗങ്ങൾ. അതെ അഭിലാഷ്, സാംബ സെക്ടറിലാണ് നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായതും അത് പരാജയപ്പെടുത്തിയതും സേനാ വിഭാഗങ്ങൾ. കാരണം പുലർച്ചെയും അല്ലെങ്കിൽ ഇന്നലെ രാത്രി ഏതാണ്ട് 11 മണിക്ക് ശേഷമാണ് ഇത്തരമൊരു നീക്കം ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ ഭാഗത്തുനിന്നുണ്ടായത്. സാധാരണഗതിയിൽ ഇത് പതിവാണ്. കാരണം അതിർത്തിയിൽ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘനം നടക്കുമ്പോൾ സേനാ വിഭാഗങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും. അപ്പോൾ പാക് പട്ടാളം അവരുടെ പിന്തുണയോടുകൂടി തന്നെ ഭീകരരെ ഇന്ത്യയിലേക്ക് കയറ്റുന്നതാണ് പതിവ്. സാംബ അതിർത്തി എന്ന് പറയുന്നത് അന്താരാഷ്ട്ര അതിർത്തിയാണ്. ഇപ്പോൾ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ വന്നു എന്ന് രഹസ്യാന്വേഷണ വിഭാഗം സംശയിക്കുന്നത് പോലും സാംബ അതിർത്തി വഴിയാണ്. അവർ 1.5 വർഷം മുമ്പാണ് അവിടെ ആക്രമണം നടത്തിയത്. അതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ കൂടുതൽ ഭീകരരെ ഇന്ത്യയിലേക്ക് അയക്കുന്നു. അതിനുള്ള നീക്കമാണ് നടന്നത്. അങ്ങനെ 7 പേരെ ഏതായാലും സുരക്ഷാ സേന വധിച്ചു. അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ നീക്കം സേനാ വിഭാഗങ്ങളെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇത്തരം ആളുകൾ ഭീകരരാണ് പിന്നീട് ഇന്ത്യയിൽ ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്താറുള്ളത്. ഏതായാലും ആ നീക്കം ഇപ്പോൾ ചെറുത്തിരിക്കുകയാണ്. പക്ഷേ അതിർത്തി അശാന്തമാണ്. പ്രത്യേകിച്ച് നിയന്ത്രണ രേഖയിലാണ് വലിയ രീതിയിൽ വെടിനിർത്തൽ കരാർ ലംഘനം നടക്കുന്നത്. അത് പ്രധാനമായും ഉറി സെക്ടറിലും പൂഞ്ച് സെക്ടറിലും വടക്കൻ കശ്മീരിലെ കുപ്വാരയിലും സമാനമായ സാഹചര്യം തുടരുന്നുണ്ട്. ബാരാമുള്ളയിൽ പെടുന്ന ഉറി സെക്ടറിലാണ് ഇന്ന് ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അവിടെ ബങ്കറിലാണ് അവർ കഴിഞ്ഞിരുന്നത് കുടുംബാംഗങ്ങളുമൊത്ത്. അവിടെ നിന്ന് ബന്ധുവിന്റെ വീട്ടിലേക്ക് ഏതാണ്ട് ബാരാമുള്ളയിലേക്ക് ഉറിയിൽ നിന്ന് ഏതാണ്ട് 49 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ബങ്കറുകളിൽ കഴിയുന്ന ഇനി സുരക്ഷിതമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവർ വീട്ടിലേക്ക് പോകാനായി വാഹനത്തിൽ പോകുമ്പോഴാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. 6 പേര് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ കൊല്ലപ്പെട്ടു. മറ്റൊരു ആക്രമണം ഉണ്ടായത് പൂഞ്ച് സെക്ടറിലാണ്. അവിടെയും സമാനമായ രീതിയിൽ ഷെല്ലാക്രമണത്തിൽ തന്നെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ